അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 21 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. സൂത ഉവാച ഏവം വിധാനി വാക്യാനി ഹരേ ശ്രുത്വാ വ്യാസ ശുകസ്യ ച സംപ്രാപമഹതിം ചിന്താം കിം കരോമീത്യസംശയം. തസ്യ ശുശ്രുവുരശ്രൂണി ലോചനാദുഃഖജാനി ച വേപധുശ്ച ശരീരേ ഭൂദ്ഗ്ലാനിം പ്രാപമനസ്തഥാ. ശോചന്തം പിതരം ദൃഷ്ട്വാ ദീനം ശോകപരിപ്ലുതം ഉവാച പിതരം വ്യാസം വിസ്മയോദ്ഭുല്ലലോചന. അഹോ മായാബലം ചോഗ്രം യന്മോഹയതി പണ്ഡിതം വേദാന്തസ്യ ച കർത്താരം സർവജ്ഞം വേദസംഹിതം. ന ജാനേ കാച സാ മായ കിം സിൽസാതീവ ദുഷ്കരാ യാ മോഹയതി വിദ്വാംസം വ്യാസം സത്യവതീ സുതം. പുരാണാനാം ച വക്തായോ നിർമ്മാതാ ഭാരതസ്യ ച വിഭാഗകർത്താ വേദാനാം സോപി മോഹമുപാഗത. താം യാമി ശരണം ദേവിം യാ മോഹയതി വൈ ജഗൽ ബ്രഹ്മവിഷ്ണുഹരാദീംശ്ച കഥാന്യേഷാം ച കീദൃശി. കോപ്യസ്തി ത്രിഷു ലോകേഷു യോ ന മുഹ്യതി മായയാ യന്മോഹം ഗമിതാ പൂർവം ബ്രഹ്മവിഷ്ണുഹരാദയാ. അഹോ ബലമഹോ വീര്യം
ദേവ്യാ ഖലു വിനിർമ്മിതം മായയൈവ വശം നീത സർവജ്ഞ ഈശ്വര പ്രഭു. വിഷ്ണുംശസംഭവോ വ്യാസ ഇതി പൗരാണികാ ജഗു. സോപി മോഹാർണവേ മഗ്നോ ഭഗ്നപോതോ വണിക്യഥാ. അശ്രുപാതം കരോത്യദ്യ വിവശ പ്രാകൃതോ യഥാ. അഹോ മായാബലം ചൈതൽ ദുസ്ത്യജം പണ്ഡിതൈരപി. കോയം കോഹം കഥം ചേഹ കീദൃശോയം ഭ്രമഃ കില. പഞ്ചഭൂതാത്മകേ ദേഹേ പിതാ പുത്രേതി വാസന. ബലിഷ്ഠാ ഖലു മായേയം മായിനാമപി മോഹിനി. യയാഭിഭൂത കൃഷ്ണോപി കരോതി രോദനം ദ്വിജ. താം നത്വാ മനസാ ദേവീം സർവകാരണകാരണാം ജനനീം സർവദേവാനാം ബ്രഹ്മാദീനാം തഥേശ്വരീം. പിതരം പ്രാഹദീനം തം ശോകാർണവപരിപ്ലുതം. അരണീസംഭവോ വ്യാസം ഹേതുമദ്വചനം ശുഭം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം, തർജ്ജമ നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുകൻ തൻ്റെ വാക്കു കേട്ടു വ്യാസൻ ചിന്താധീനനായി. നിസ്സംശയം എന്താണിനി ചെയ്യേണ്ടതു ഞാൻ. ദുഃഖം കൊണ്ടു കണ്ണിൽ നിന്നും ചുടു കണ്ണീർ താഴെ വീണു. ശരീരം വിറച്ചു മനസ്സാകെ വാടിപ്പോ. ദുഃഖിയായ ദീനനായ പിതാവിനെ കണ്ടു ശുകൻ വിസ്മയിച്ചു ഈ വിധം ആലോചിച്ചുവല്ലോ. മായാശക്തി അത്യത്ഭുതം, പണ്ഡിതനും വേദാന്തിയും സർവജ്ഞനുമായവനും മോഹിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മായ ആരാണെന്നോ മായ എന്താണെന്നോ അറിയില്ല. വിദ്വാനായ വ്യാസനെയും മോഹിപ്പിക്കുന്നു. പുരാണവക്താവും വേദം വിന്യസിച്ചവനുമാകും ഭാരതകർത്താവു പോലും മോഹിച്ചിടുന്നു. ജഗത്തിനെ മോഹിപ്പിക്കും ആ ദേവിയെ ഞാനും ഇപ്പോൾ സ്തുതിച്ചിടാം. ആപാദത്തിൽ ശരണം തേടാം. ത്രിമൂർത്തികൾ പോലും മായാദേവിയിൽ മോഹിച്ചിടുന്നു. മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? മായയ്ക്കു അടിപ്പെടാത്ത ആരും ലോകത്തിങ്കലില്ല. മായയിൽ പെട്ടല്ലോ പണ്ടു ത്രിമൂർത്തികളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ദേവീ നിർമ്മിതമായ തൻ ബാലവും വീര്യവുമെല്ലാം, ദേവീ നിർമ്മിതമായ തൻ ബലവും വീര്യവുമെല്ലാം ദേവന്മാർക്കും അത്യത്ഭുതം എന്നു പ്രസിദ്ധം. ദേവദേവനായ വിഷ്ണു ഭഗവാനും പണ്ടൊരിക്കൽ ദേവിയുടെ മായ തന്നിൽ മോഹിച്ചു ചിത്രം. വിഷ്ണുവിൻ്റെ അംശാവതാരമാണത്രേ വ്യാസദേവൻ. വഞ്ചിതനായ ദേഹവും മായ തൻ മുന്നിൽ വഞ്ചി തകർന്നവനാകും കച്ചവടക്കാരൻ പോലെ വ്യാസനും മോഹക്കടലിൽ മുങ്ങിപ്പോയല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രാകൃതൻ പോൽ വ്യാസനിത കരഞ്ഞിടുന്നുവല്ലോ. മായയെ പണ്ഡിതർക്കും ഉപേക്ഷിക്കാനാകാ. ഇദ്ദേഹമാര് ഞാനാര് എന്താണി ഭ്രമങ്ങളെല്ലാം പഞ്ചഭൂതാത്മകമായ ഈ ദേഹം തന്നിൽ. പിതാവെന്നും പുത്രനെന്നും ഈ വിധത്തിലുള്ള തോന്നൽ എങ്ങനെയുണ്ടായി എന്നു ചിന്തിച്ചു ശുകൻ. ബലമുള്ളതാകും മായ, മായാവിക്കും മോഹമേകും മായയാലെ വ്യാസൻ പോലും കരഞ്ഞിടുന്നു. സർവകാരണഭൂതയാം ദേവന്മാർക്കു അമ്മയായ ബ്രഹ്മാദിക്കും ഈശ്വരിയാം ദേവിയെയോർത്ത് ശോകാബ്ധിയിൽ മുങ്ങിയത പിതാവായ വ്യാസനെയും അരണിജൻ യുക്തിപൂർവം ആശ്വസിപ്പിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. എൻ്റെ അമ്മേ ശരണം, എൻ്റെ ദേവി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ലോകാംബികേ, വീഴുന്നു നാദാംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ദേവീഭാഗവതത്തെ
അനുസന്ധാനം ചെയ്തുകൊണ്ട് നാം നടത്തുന്ന ഈ അക്ഷരോപാസന കഴിഞ്ഞ 12 ദിവസങ്ങളിലായി നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചില്ല. എല്ലാം ആ ജഗജ്ജനനിയുടെ തീരുമാനങ്ങൾ. കാരണം ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകളോട് പറയാൻ സാധിച്ചു. എൻ്റെ സഹോദരിയുടെ മകൾ പെട്ടെന്ന് അകാലത്തിൽ നമ്മളെ വിട്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും വിദ്യ എന്ന ആ സ്നേഹം മാത്രം കൈമുതലായുള്ള ഒരു പെൺകുട്ടി, അവൾ ഈശ്വരനിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നു. അകാലം എന്നില്ല, കാലമെത്തിയാൽ ആർക്കും പോവാതിരിക്കാൻ നിവൃത്തിയില്ല. കാലസ്വരൂപനായ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഒരു ഉറക്കത്തിൽ അങ്ങനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നു. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം എന്ന് പറയില്ലേ, അതാണ് അവിടെ ഉണ്ടായത്. ഏതായാലും അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഇന്ന് നമ്മൾ വീണ്ടും ദേവീ ഭാഗവതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ദേവീ ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. സൂതൻ പറയണു, ശൗനകാദി ഋഷീശ്വരന്മാർ കേൾക്കണു. അങ്ങനെയാണ് പുരാണങ്ങളൊക്കെ പൊതുവിൽ. അപ്പോൾ ഇവിടെ സൂതൻ പറയുകയാണ്, ഏവം വിധാനി വാക്യാനി ശ്രുത്വാ വ്യാസ ശുകസ്യ ച സംപ്രാപ മഹതിം ചിന്താം കിം കരോമി ഇത്യസംശയം. ശുകനോട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അതിനൊന്നും തനിക്ക് താല്പര്യമില്ല എന്ന് ശുകൻ തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, ശുകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വ്യാസൻ വലിയ ചിന്തയിലായി തീർന്നു എന്നാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? കിം കരോമീത്യ സംശയം, സംശയരഹിതമായി താൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിലുണ്ടായി. തസ്യ ശുശ്രൂരശ്രൂണി ലോചനാൽ ദുഃഖജാനിച്ച വേപധുശ്ച ശരീരേഭൂത് ഗ്ലാനിം പ്രാപ മനസ്തഥ. എന്തു ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ശുശ്രൂരശ്രുണി, കണ്ണുകളിൽ നിന്ന് ദുഃഖത്തിൽ നിന്നുണ്ടായ ചുടുകണ്ണീർ പ്രവഹിച്ചു. വേപധുശ്ച ശരീരേഭൂത്, ശരീരത്തിൽ വിറയലുണ്ടായി. അതേപോലെ തന്നെ ഗ്ലാനിം പ്രാപ മനസ്തഥ, മനസ്സിന് വല്ലാത്ത വാട്ടമുണ്ടായി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായി. ശോചന്തം പിതരം ദൃഷ്ടുവാ ദീനം ശോകപരിപ്ലുതം ഉവാച പിതരം വ്യാസം വിസ്മയോദ്ഭുല്ലലോചന. ശോചന്തം പിതരം ദൃഷ്ടുവാ ദീനം ശോകപരിപ്ലുതം, ദുഃഖനിമഗ്നനായി ദീനനായി തൻ്റെ അച്ഛൻ ആ വ്യാസനെ കണ്ടിട്ട് വിസ്മയോദ്ഭുല്ലലോചന, വികസിച്ച കണ്ണുകളോടുകൂടി ശുകൻ ആലോചിച്ചു. അഹോ മായാബലം ചോഗ്രം യൻ മോഹയതി പണ്ഡിതം വേദാന്തസ്യ ച കർത്താരം സർവജ്ഞം വേദസംഹിതം. ഈശ്വര, അത്ഭുതം അത്ഭുതം അല്ലേ, അമ്പമ്പോ എന്ന് പറയുകയാണ്. മായയുടെ ശക്തി എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. മോഹയന്തി, ആരെ മോഹിപ്പിക്കുന്നു? ഈ പണ്ഡിതന്മാരെ പോലും. ഇവിടെ പണ്ഡിതനെ, മോഹയതി പണ്ഡിതം, പണ്ഡിതനെ, വേദാന്തത്തിൻ്റെ കർത്താവ്, സർവജ്ഞൻ, വേദതുല്യനായിരിക്കുന്ന ഒരാളെ പോലും ഇങ്ങനെ മോഹിപ്പിക്കുന്നുവെങ്കിൽ ഈ മായയുടെ ബലം അത്ര വലുതാണ്. ന ജാനേ കാചസാമായ കിംസിൽ സാതീവ ദുഷ്കര യാ മോഹയതി വിദ്വാംസം വ്യാസം സത്യവതീസു. ആ മായ ആരാണെന്ന്, അത് അത്രയും ദുഷ്കരമായത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് പക്ഷേ വിദ്വാനും സത്യവതീപുത്രനുമായിരിക്കുന്ന വ്യാസനെ പോലും മോഹിപ്പിക്കുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി. പുരാണാനാം ച വക്തായോ നിർമ്മാതാ ഭാരതസ്യ ച. പുരാണങ്ങളൊക്കെ പാടിയ ആള്, പുരാണങ്ങളൊക്കെ എഴുതിയ ആള്, ഭാരതം നിർമ്മിച്ച ആള്, ഭാരതം രചിച്ച ആള്, വിഭാഗകർത്താ വേദാനം, വേദങ്ങളെ വിന്യസിച്ച ആള്, വേദങ്ങളെ 4ആയി പകുത്ത ആള്, സോപി മോഹമുപാഗത. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും മോഹമുണ്ടായിരിക്കുന്നു. താം യാമി ശരണം ദേവി,
യാ മോഹയതി വൈ ജഗൽ ബ്രഹ്മവിഷ്ണു ഹരാദീംശ്ച കഥാന്യേഷാം ച കീദൃശി. ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ ദേവിയെ തന്നെ ശരണം പ്രാപിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ആ ദേവി ബ്രഹ്മവിഷ്ണു ഹരാദീംശ്ച, ബ്രഹ്മാവ്, വിഷ്ണു, അതേപോലെ മഹാദേവൻ തുടങ്ങിയവരെ പോലും മോഹിപ്പിക്കുന്നതാണ് ആ ദേവി. അങ്ങനെയാണെങ്കിൽ കഥാന്യേഷാം ച കീദൃശി, മറ്റുള്ളവരുടെ കഥ എന്താവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കോപ്യസ്തി ത്രിഷു ലോകേഷു യോന മുഹ്യതി മായയ യന്മോഹം ഗമിതാപൂർവം ബ്രഹ്മവിഷ്ണുഹരാദയ. മായയ്ക്ക് അടിമപ്പെടാത്ത ആരും തന്നെ ഈ 3 ലോകത്തിലുമില്ല. പണ്ട് ഇതേ മായയിൽപ്പെട്ട് കുടുങ്ങിയ ആളുകളാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. അഹോ ബലമഹോ വീര്യം ദേവ്യാഖലു വിനിർമ്മിതം മായയേവ വശം നീത സർവജ്ഞ ഈശ്വര പ്രഭു. ദേവീനിർമ്മിതമായിരിക്കുന്ന മായയുടെ ബലം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വീര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതം തന്നെ. മായൈവ വശം നീത. നോക്കൂ, സർവജ്ഞനും ഈശ്വരനുമായിരിക്കുന്ന വിഷ്ണു പോലും മായയ്ക്ക് അധീനനായിരിക്കുന്നു എന്നുള്ളതാണ്. വിഷ്ണുവംശ സംഭവോ വ്യാസ, വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് വ്യാസൻ എന്ന് ഇത് പൗരാണിക ജുഗു, പൗരാണികന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. സോപി, അദ്ദേഹവും മോഹാർണവേ മഗ്നോ, ഈ മോഹമാകുന്ന സമുദ്രത്തിൽ മുങ്ങി ഭഗ്നപോതോ വണിയഥ, തൻ്റെ തോണി തകർന്ന ഒരു കച്ചവടക്കാരനെ പോലെ അദ്ദേഹവും ഈ മോഹാർണവത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അശ്രുപാതം കരോത്യദ്യ വിവശ പ്രാകൃതോ യഥ അഹോ മായാബലം ചെയ്തൽ ദുസ്ത്യജം പണ്ഡിതൈരഭി. നോക്കൂ, അദ്ദേഹം ഒരു പ്രാകൃതനെ പോലെ വിവശനായി കണ്ണീരൊലിപ്പിക്കുന്നു. അത്ഭുതമാണ് ഈ മായയുടെ ബലം. കാരണം ഈ പണ്ഡിതന്മാർക്ക് പോലും ഉപേക്ഷിക്കാനാവാത്തതാണ് ഈ മായയുടെ ബലം എന്നുള്ളത് പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനായ വേദവ്യാസൻ്റെ ഈ പ്രവൃത്തിയിലൂടെ എനിക്ക് മനസ്സിലാവുന്നു. അത്രയും ശക്തിയുള്ളതാണ് മായ. കോയം കോഹം കഥം ചേഹ കീദൃശോ യം ഭ്രമക്കില പഞ്ചഭൂതാത്മകേ ദേഹേ പിതാ പുത്രേതി വാസന. ഇദ്ദേഹം ആരാണ്? കോയം, കോഹം, ഞാനാരാണ്? ഇവിടെ എങ്ങനെ വന്നു? കഥം ചേഹ കീദൃശോയം ഭ്രമക്കില, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭ്രമം തോന്നിയത്? പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരത്തിൽ അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം, ഇങ്ങനെയുള്ള പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരത്തിൽ അച്ഛൻ, മകൻ എന്നിങ്ങനെയുള്ള ഒരു തോന്നൽ എങ്ങനെയാണ് ഉണ്ടായത്? ബലിഷ്ഠ ഖലു മായേയം മായിനാമപി മോഹിനി യയാഭിഭൂത കൃഷ്ണോപി കരോതി രോദനം ദ്വിജ. അത്യന്തം ബലമുള്ളതാണ് മായ. ഇത് മായാവികളെപ്പോലും മോഹിപ്പിക്കുന്നു. മായ ബാധിച്ച കൃഷ്ണൻ, ഈ കൃഷ്ണദ്വൈപായനൻ, അദ്ദേഹവും ദാ കരയുന്നു. അത്ഭുതമല്ലേ ഇത്? താം നത്വാ മനസാ ദേവീം സർവകാരണകാരണാം ജനനീം സർവദേവാനാം ബ്രഹ്മാദീനാം തഥേശ്വരി. സർവകാരണങ്ങൾക്കും കാരണഭൂതയായിരിക്കുന്ന ആ ദേവിയെ, സർവദേവന്മാരുടെയും ജനനിയായിരിക്കുന്ന അമ്മയായിരിക്കുന്ന ആ ഭഗവതിയെ, ബ്രഹ്മാദികളുടെ ഈശ്വരിയായിരിക്കുന്ന ആ ദേവിയെ മനസ്സ സ്മരിച്ചും കൊണ്ട് ആ ശ്രീശുകൻ പിതരംബ്രാഹ അച്ഛനോട് പറഞ്ഞു. എങ്ങനെ? ദീനം തം ശോകാർണവ പരിപ്ലുതം, ദുഃഖസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ അച്ഛനോട് അരണിസംഭവോ വ്യാസം ഹേതുമദ്വചനം ശുഭം. അരണിയിൽ ജനിച്ച ശുകൻ വളരെ ആ യുക്തിയുക്തമായി ആശ്വാസം നൽകുന്ന തരത്തിൽ അവിടെ പറയാൻ തുടങ്ങി എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. ആ ശ്രീശുകവാണികൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണത്രയീശനായി മിന്നിത്തിളങ്ങുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ തൃപ്പൂണിത്തുറയിലാണ് ഇപ്പോൾ രാമായണ നവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. വരുന്ന വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15 വരെ ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടി സമർപ്പണം
ആ രീതിയിലാണ് നവാഹം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 6ാമത്തെ ദിവസമായി, 9 ദിവസങ്ങളിലായിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് കേട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി സമർപ്പിക്കും. ആ കാര്യം കൂടി ഈ തരുണത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും പൂർണ്ണത്രയീശ സന്നിധിയിലേക്ക്, തൃപ്പൂണിത്തറ ആ നാഗത്തെ പര്യങ്കമാക്കി മിന്നെ തിളങ്ങുന്ന ഭഗവാന്റെ സവിധത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചും കൊണ്ട് ഇപ്പോൾ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.